ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞങ്ങളുടെ വീട്ടിലെ 3 ചങ്ങാതിമാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. എൻ്റെ വീഡിയോസിലൊക്കെ ഈ കോഴീനെ കണ്ടിട്ടുണ്ടാവില്ലേ? നമ്മുടെ വീട്ടിലുള്ള ആകെ ഒരു കോഴിയാണിത്. നമ്മുടെ തൊട്ടടുത്തൊരു കോഴി ഫാം ഉണ്ട്. അവിടുന്ന് നമുക്ക് കറി വെക്കാൻ വേണ്ടി തന്നതാണ്. അപ്പം മോള് പറഞ്ഞു അത് അവൾക്ക് വളർത്തണമെന്ന് പറഞ്ഞിട്ട് പിന്നീട് നമ്മളവരെ വളർത്തുകയും ചെയ്തു. ഇപ്പം 4 മാസത്തോളമായി നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെയാണ്. ഇത് നമ്മുടെ വീട്ടിലെ നായ്ക്കുട്ടിയാണ്. 9 വയസ്സോളായി. ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ മെയിനായിട്ട് ഒരാളുണ്ട്. നമ്മുടെ വീട്ടിലത്തെ കുട്ടി തന്നെയാണ്, ഞങ്ങളുടെ മോളാണ്. ഇവൾക്ക് ഇവർ രണ്ടുപേരും ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അവൾക്ക് എങ്ങനെയാണ് അവരെ സ്നേഹിക്കേണ്ടതെന്ന് അറിയില്ല. രണ്ടുപേരെയും വല്ലാണ്ട് അങ്ങോട്ട് തീവ്രമായിട്ട് സ്നേഹിച്ചു പോയതാണ്ട് തോന്നുന്നു. ഇവർക്ക് രണ്ടുപേർക്ക് ഇപ്പോൾ ഇവളെ കണ്ട തീരെ ഇഷ്ടമല്ലാതായി. എൻ്റെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മോള് കോഴിയെ സൈക്കിളിൽ എടുത്ത് കൊണ്ടുപോകുന്ന ഊഞ്ഞാലാട്ടുന്നതൊക്കെ അവളെ സ്നേഹം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു തവണ ഇതുപോലെ അവള് ഊഞ്ഞാലിൽ കോഴിനാട്ടുന്ന സമയത്ത് ഊഞ്ഞാലിൽ നിന്ന് കോഴി വീണു. കോഴിക്ക് നന്നായിട്ടൊരു വേദന ഉണ്ടായി. അതിനുശേഷം മോളെ എവിടെ കണ്ടാലും കോഴി ഓടിപ്പോവാണ് ചെയ്യുന്നത്. നല്ല പേടിയാണ്. അതേപോലെ തന്നെ ടോമിയും ഇവളെ കണ്ടു കഴിഞ്ഞ് ഓടിപ്പോവും. ഇവള് ടോമിയുടെ കാല് പിടിച്ച് കളിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ്. ഒരു പേര് ഇട്ടിട്ടുണ്ട് കോഴിക്ക്, ലൂഡോ എന്നാണ് പേര്. മോളെ പേടിച്ചിട്ട് ഇപ്പോൾ കോഴിയുടെ മെയിൻ ആയിട്ടുള്ള ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ടോമിയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പോൾ നല്ല കമ്പനിയായി. ടോമി എവിടെയാണോ കിടക്കുന്നത് അവിടെ പോയിട്ടാണ് ഈ കോഴി കിടക്കുള്ളൂ. നമ്മൾ എത്ര മാറ്റി കിടത്തിയാലും അത് നായയുടെ അടുത്തുനിന്ന് പോവാറേ ഇല്ല. അപ്പോൾ നിങ്ങളൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, എന്താ കോഴി നായയും തമ്മിലൊരു കൂട്ടിലെന്ന്. നായ രാത്രി പുറത്തും കോഴി പകൽ പുറത്തായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മൾ എത്ര മാറ്റാൻ ശ്രമിച്ചാൽ രണ്ടുപേരും ഒപ്പം ഉണ്ടാവുക. നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ രണ്ടുപേരും ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. രണ്ടുപേർക്കും അവിടെ ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ ഒരുപാട് പരുന്തുകളുണ്ട്. അപ്പം ഒരു തവണ പരുന്ത് പിടിച്ചതായിരുന്നു കോഴിയെ. പക്ഷേ ഏറ്റവും സേഫ് എന്നുള്ളത് ടോമിയിൽ നിന്നാണ് ഈ കോഴിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് കോഴി ടോമിയുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ബ്രോയിലർ കോഴിയൊക്കെ ഇത്രയും കാലം നമ്മുടെ ഒപ്പം ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ചൊരു കാര്യമല്ല. ഇപ്പം ഒരു 5 മാസത്തോളം ഈ കോഴിക്ക്, ബ്രോയിലർ കോഴിയുടെ ആയുസ് കുറവാണല്ലോ. എന്നാൽ നമ്മുടെ കൂടെ ഒരുപാട് ദിവസം നിന്നു. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.